ഇതാണ് അക്യുമെനസ്. അച്ചീമെനസ് എന്നും പറഞ്ഞു കേൾക്കാം, പക്ഷെ കറക്റ്റായിട്ട് അക്യുമെനസ് എന്നാണ് പറയണത്. ഇത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒക്കെ ഏകദേശം ആ ജനുസിൽപ്പെട്ടതാണ് പറയണത്. ഇതുപോലെ കുറേ ചെടികളുണ്ട് ഇതേപോലെ ഒരേ ജനുസിൽപ്പെട്ട ഉഷ്ണമേഖല റൈസോമാറ്റസ് അങ്ങനെയൊക്കെ പറയുന്ന കുറേ അങ്ങനെ ആ ജനുസിൽപ്പെട്ട കുറേ ചെടികളുണ്ട്. അപ്പോൾ ഇതിനെ പൊതുവായിട്ട് പറയുമ്പോൾ മാന്ത്രിക പൂക്കൾ, വിധവയുടെ കണ്ണുനീർ, കാമദേവൻ്റെ വില്ല്, ചൂടുവെള്ളച്ചെടി, അങ്ങനെ ഒരുപാട് പേരുകൾ ഇതിന് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്തായാലും നമ്മൾ ചെടി വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. കാരണം പൂവായി കഴിഞ്ഞാൽ നിറച്ച് പൂക്കളാണ്. നല്ല തണുപ്പും മഴയായി കഴിയുമ്പോഴാണ് പൂ കൂടുതൽ വരുന്നത്. സാധാരണ മഴയായി കഴിയുമ്പോൾ ചെടികളിൽ പൂ കുറവാണ്. ഇത് പക്ഷേ മഴയാകുമ്പോഴാണ് പൂ കൂടുന്നത്. ഇതിൻ്റെ വിത്താണ്. ഇത് വിര പോലെ പുഴുവൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മളവർക്ക് ചെടി നശിച്ചു പോയിരുന്നു, പക്ഷേ എത്ര പോയെന്ന് പറഞ്ഞാൽ ആ മഴയാകുമ്പോൾ അത് എവിടുന്നെങ്കിലും കിളിർത്ത് വരും എന്നുള്ളത്. കിടന്നു കഴിഞ്ഞാൽ ഈ വിത്ത് എവിടെയെങ്കിലും കിടന്നാൽ. ഇതിൻ്റെ തന്നെ പല കളറുകളുണ്ട്. ലൈറ്റ് റോസ്, ഡാർക്ക് റോസ്, ഡബിൾ പെതള്, ലൈറ്റ് വയലറ്റ്,